പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമില്ലാത്ത അവസ്ഥ കടന്നു വരാറില്ലേ? നിഷ്ഫലന്മാരായി പോകുന്ന അവസ്ഥ കടന്നു വരാറില്ലേ? മടിവ് കൊണ്ട് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗി 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശലോമോന്റെ ചില സദൃശ്യവാക്യങ്ങളാണ്. ആ 10 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന അധ്യായത്തിൽ വളരെ കഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് മാനുഷിക രീതിയിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില വാക്യങ്ങളാണ് അവിടെ സദൃശ്യവാക്യ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ കനമേറുന്നു. ഒരു ചത്ത ഈച്ച, നമ്മളൊരു എത്ര മണമുള്ള പെർഫ്യൂം ആയിക്കോട്ടെ, അതിനകത്തൊരു ചത്ത ഈച്ച വീഴുകയാണെങ്കിൽ അത്രമാത്രം ദുർഗന്ധം നേടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ജ്ഞാനിയായ മനുഷ്യനെ കുറിച്ച് ശലോമോൻ പറയുന്നത്, എത്ര ജ്ഞാനമുള്ളവനാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയ നിസ്സാര തെറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ദോഷത്വം അവനിൽ സംഭവിച്ചെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ വലിയൊരു പരാജയമായിട്ടാണ് അവിടെ ശലോമോൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ജ്ഞാനിയായ മനുഷ്യൻ്റെയും മൂഢനായ മനുഷ്യൻ്റെയും കുറിച്ചുള്ള ചില താരതമ്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ജ്ഞാനിയായ മനുഷ്യൻ വലത്ത് ഭാഗത്ത് തിരികുകയാണെങ്കിൽ മൂഢൻ ഇടത്ത് ഭാഗത്തോട്ട് തൻ്റെ ബുദ്ധിയെ തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ഭോഷത്വമുള്ള മനുഷ്യൻ അപ്രകാരമാണ് ഈ ലോകയാത്രയിൽ ജീവിക്കുന്നത്. ജ്ഞാനി എപ്പോഴും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നേരായ പാതയിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, വളഞ്ഞ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനായിരിക്കും മൂഢനായ വ്യക്തി എന്ന് പറയുന്നത്. ജ്ഞാനിയുടെ വഴി പലപ്പോഴും ദൈവഹിത പ്രകാരം നടക്കുമ്പോൾ ഈ മൂഢൻ്റെ വഴി എന്ന് പറയുന്നത് ഭോഷത്വമുള്ളതായിരിക്കും. അത് നാശത്തിലേക്കായിരിക്കും അവനെ ചെന്നെത്തിക്കുന്നത്. അവൻ്റെ വഴി കാണുമ്പോൾ നമുക്ക് മൂഢൻ ആരാണ്, അല്ലെങ്കിൽ ജ്ഞാനി ആരാണെന്ന് അവൻ്റെ സ്വഭാവത്തിൽ കൂടെ, അവൻ്റെ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് താഴോട്ട് വാക്യങ്ങൾ കാണുമ്പോൾ അധിപതികളുടെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലോകത്തിൽ നമുക്ക് അറിയാം, നമ്മൾ എത്ര ശ്രേഷ്ഠ ജ്ഞാനമുള്ളവരാണെങ്കിൽ പലപ്പോഴും അർഹതയുള്ളവർക്ക് പല സ്ഥാനങ്ങളും ലഭിക്കുന്നില്ല. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, അങ്ങനെ ആരെങ്കിലും അപ്രകാരം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് സകലവും അറിയുന്നവനാണ്. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഏത് സമയത്ത് ഏത് പ്രൊമോഷൻ വേണം, ഏത് സ്ഥാനത്ത് നമ്മളെ ആക്കണമെന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. അപ്രകാരം ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടവരത്തില്ല. താഴോട്ട് പിന്നെയും വായിക്കുമ്പോൾ ഒക്കെയും പല കൊട്ടേഷൻസ് കൊടുത്തിട്ട് താഴെ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കുലിന് പ്രിയനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം. മടിവ് കൊണ്ട് മേൽപ്പൂര വീണു പോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. പലപ്പോഴും അലസ്യ മനോഭാവം നിമിത്തം ഉണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും അപ്രകാരമല്ലേ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇന്ന് നമുക്ക് ബൈബിളിൽ ഞാൻ മൊത്തം വായിച്ചു തീർക്കും, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാൻ അപ്രകാരം ചെയ്യും, പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നവരാണ്. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലി തിരക്ക് കൊണ്ടും മറ്റ് പല സാഹചര്യം കൊണ്ട് നമ്മൾ നാളെ ആകട്ടെ എന്ന് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലരിലും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. മടിവ് നിമിത്തം എന്തൊക്കെ സംഭവിക്കുന്നതെന്നാണ് ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, മടിവും അലസതയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ എപ്രകാരം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തു നയിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നിനോടൊന്ന് കുറയ്ക്കാനല്ല പറയുന്നത്, കൂട്ടിക്കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമുണ്ട്? നമ്മൾ അതിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ? അതോ ഇന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കുമോ എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞിരിക്കുന്ന 8 കൂട്ടം കാര്യങ്ങളിൽ എൻ്റെ എല്ലാം പെർഫെക്റ്റ് ആണ്, 100% അതിൽ കാണുവാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, താഴെ പറഞ്ഞിരിക്കുന്നു,
അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമില്ലാത്ത അവസ്ഥ കടന്നു വരാറില്ലേ? നിഷ്ഫലന്മാരായി പോകുന്ന അവസ്ഥ കടന്നു വരാറില്ലേ? മടിവ് കൊണ്ട്, അലസത കൊണ്ടൊക്കെയും ഈ വക സ്വഭാവങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇടറിപ്പോകുന്ന അവസ്ഥകൾ ഈ ലോകയാത്രയിൽ കാണുവാൻ സാധിക്കും. ഇടറിപ്പോയാൽ നമ്മൾ ആ നിത്യരാജ്യത്തിൽ നമുക്ക് അവകാശം വെക്കാൻ സാധിക്കില്ലെന്നാണ് പത്രോസ് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകാതെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് എപ്പോഴും ഹല്ലേലൂയ പൂർണ്ണ നിശ്ചയമുള്ളവരായി സഹിഷ്ണുത കാണിക്കുകയും നിഷ്ഫലന്മാരാകാതെ ഫലമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.